നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ വിമതരായ രംഗത്തെത്തിയത് പത്തനംതിട്ട ജില്ലയെ UDF-ൽ കടുത്ത ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. പത്തനംതിട്ട നഗരസഭാ ചെയർമാൻ സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ളവരാണ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് വിമതരാകാൻ ഒരുങ്ങുന്നത്. ഭർത്താവ് മത്സരിച്ചിരുന്ന സീറ്റ് വനിതാ സംവരണമായപ്പോൾ ഭാര്യയ്ക്ക് നൽകിയിട്ടും ഭർത്താവ് മറ്റൊരു വാർഡിൽ റിബലായി പത്രിക നൽകിയിരിക്കുന്നു. DCC വൈസ് പ്രസിഡന്റായ ചേട്ടന് സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് അനിയനും പത്രിക നൽകി. AI ഗ്രൂപ്പുകളുടെ സീറ്റ് തർക്കത്തിൽ വീർപ്പുമുട്ടിയ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വിമത ശല്യത്തിന് എന്ത് പരിഹാരം കാണുമെന്നറിയാതെയാണ് പത്തനംതിട്ടയിൽ നട്ടം തിരിയുന്നത്. പത്തനംതിട്ട നഗരസഭാ ചെയർമാനായ സുരേഷ് കുമാർ അടക്കമുള്ളവർ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുന്ന വാർഡിൽ പത്രിക പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. ഇതിനു പുറമെയാണ് ഘടകകക്ഷികളുടെ വാർഡുകളിലും കോൺഗ്രസുകാർ വിമതരായി എത്തുന്നത്. നഗരസഭയിലെ 30-ാം വാർഡിൽ കേരള കോൺഗ്രസ് നേതാവ് PK ജേക്കബ് മത്സരിക്കുന്ന സീറ്റിൽ കോൺഗ്രസ് നേതാവ് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നേതൃത്വം ഇടപെട്ട് അവസാന നിമിഷം അനുനയിപ്പിക്കുകയായിരുന്നു. RSP അടക്കമുള്ള ഘടകകക്ഷികളും തങ്ങളുടെ സീറ്റുകളിലെ കോൺഗ്രസ് വിമത നീക്കങ്ങൾക്കെതിരെ DCCയെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പത്തനംതിട്ട നഗരത്തിലെ ചുരുളിക്കോട് വാർഡിൽ കോൺഗ്രസ് വിമതരുൾപ്പെടെ 12 സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയിരിക്കുന്നത്. വിമതശല്യം രൂക്ഷമായതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇതുവരെ സജീവമായി പ്രചാരണത്തിന് ഇറങ്ങിയിട്ടില്ല. ഒരേ വീട്ടിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായി 2 പേർ വോട്ട് ചോദിച്ചെന്ന സംഭവവും പത്തനംതിട്ട നഗരത്തിലുണ്ടായി. ഇതോടെ ആരാണ് യഥാർത്ഥ സ്ഥാനാർത്ഥി എന്നറിയാതെ വോട്ടർമാരും ആശയക്കുഴപ്പത്തിലാണ്. നാളെ വൈകുന്നേരത്തോടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് യഥാർത്ഥ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാകുമെന്നാണ് DCCയുടെയും കണക്കുകൂട്ടൽ. റിപ്പോർട്ടർ, പത്തനംതിട്ട.